എല്ലാ വിദ്യാർത്ഥികൾക്കും ഐവാ സുന്നിയ റെസിഡൻഷ്യൽ അക്കാദമിയുടെ +1 എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 3 ഇൻ എക്കണോമിക് റിഫോംസ് സിൻസ് 1991. 1999 ശേഷം ഉണ്ടായിട്ടുള്ള എക്കണോമിക് റിഫോംസുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. LPG അല്ലേ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. നമുക്ക് ലിബറലൈസേഷനും അതുമായി ബന്ധപ്പെട്ട റിഫോംസുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Liberalization refers to the reduction or elimination of government regulation or restriction on private business and trade. എന്താണ് ലിബറലൈസേഷൻ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. Liberalization means refers to the reduction or elimination of government regulation or restriction on private business and trade. അല്ലേ, പ്രൈവറ്റ് ബിസിനസ്സും ട്രേഡിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കുറയ്ക്കുന്നതിനാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിബറലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ എക്കണോമിക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലിബറലൈസേഷൻ എന്താ എന്നുള്ളത് ചോദിച്ചാൽ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ, ഇന്ന ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, പ്രൈവറ്റ് കമ്പനീസിന് ഇന്ന ഇൻഡസ്ട്രീസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ഓർ എലിമിനേഷൻ ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ഓൺ പ്രൈവറ്റ് ബിസിനസ് ആൻഡ് ട്രേഡ്. Next, a liberalization was introduced to put an end to the restrictions and open various sectors of the economy. എന്തിനാണ് ലിബറലൈസേഷൻ കൊണ്ടുവന്നത്? റെസ്ട്രിക്ഷൻ അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ എന്താണ് റെസ്ട്രിക്ഷൻസ്, അതുപോലെ തന്നെ വിവിധ സെക്ടേഴ്സുകൾ, വിവിധ ഇൻഡസ്ട്രി സെക്ടറുകൾ നമുക്കറിയാം പല രീതിയിൽ, ടെലികോം സെക്ടർ, ഡിഫൻസ് സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടർ, സിമെൻറ്റ് സെക്ടർ, സ്റ്റീൽ സെക്ടർ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സുകളുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്, ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പ്രൈവറ്റ് ഫേമിനും അല്ലെങ്കിൽ ബിസിനസ്സിനും ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ്, liberalization was introduced to put an end to the restrictions and open various sectors of the economy. എല്ലാം അല്ലെങ്കിൽ വിവിധ മേഖലകൾ എന്താണ് തുറന്നു കൊടുക്കുക, പ്രൈവറ്റ് കമ്പനീസിന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ്, സെക്ടേഴ്സ് വിച്ച് റിസീവ് ഗ്രേറ്റർ അറ്റൻഷൻ ഇൻ ആൻഡ് ആഫ്റ്റർ 1991 ആർ industrial sector, financial sector, tax reforms, foreign exchange markets and trade and investment. അപ്പോൾ 1991 അല്ലെങ്കിൽ 1991 അതുപോലെ തന്നെ അതിന് ശേഷവും റിഫോംസിന് ഗ്രേറ്റർ അറ്റൻഷൻ കിട്ടിയ വിവിധ മേഖലകളാണ് നമ്മളിവിടെ താഴെ പറഞ്ഞത്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് അറ്റൻഷൻ കിട്ടി, അവിടെ റിഫോംസ് നടത്തിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടറിൽ റിഫോംസ് നടത്തിയിട്ടുണ്ട്. ടാക്സ് കളക്ഷൻ അല്ലേ, ടാക്സ് ഇമ്പോസിഷൻ, ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ് എന്നുള്ളത്, അവിടെ റിഫോംസ് നടത്തിയിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അല്ലേ, വിദേശ നാണയമൊക്കെ ക്രയവിക്രയം ചെയ്യുന്ന മാർക്കറ്റ്, അതുപോലെ തന്നെ വ്യവസായത്തിലും വ്യാപാരത്തിലും അവിടെയൊക്കെ റിഫോംസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സെക്ടറിലും നടന്നിട്ടുള്ള റിഫോംസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ബാക്കി ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള റിഫോംസ്
നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം സെക്ടറിൽ ഇവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. റെഗുലേഷൻ എന്താണ്? റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമാണ് അല്ലേ? അപ്പോൾ ഡീറെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിയന്ത്രണം ഒഴിവാക്കുന്നതിനാണ് നമ്മളൊന്ന് പറയുന്നത് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻ ഇന്ത്യ റെഗുലേറ്ററി മെക്കാനിസം were enforced in various ways. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു റെഗുലേഷൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ റെഗുലേഷൻ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? റെഗുലേഷൻ ഒഴിവാക്കുന്നത്. അതിനാണ് ഡീറെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ റെഗുലേഷൻ ആയിരുന്നു, നിയന്ത്രണങ്ങളായിരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇൻ ഇന്ത്യ റെഗുലേറ്ററി മെക്കാനിസം were enforced in various ways. These are one, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. അതായത് എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ് എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ്? ആ ലൈസൻസ് കിട്ടുക എന്നുള്ളതൊരു ലോങ് പ്രോസസ്സാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? പല ഇൻഡസ്ട്രീസിലും ലൈസൻസ് കൊടുക്കുന്നത് തന്നെ ഗവൺമെൻറ് മുൻ തീരുമാനപ്രകാരമാണ്. അപ്പോൾ പല ഇൻഡസ്ട്രീസിലും പ്രൈവറ്റിന് ലൈസൻസ് കൊടുക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്? ഒരു റെഗുലേഷൻ എങ്ങനെയായിരുന്നു? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആയിരുന്നു. രണ്ടാമത്തത് പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് അലൗഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. ഇവിടെ പ്രൈവറ്റ് സെക്ടർ എല്ലാ ഇൻഡസ്ട്രീസിലും എല്ലാ വ്യവസായങ്ങളിലും പ്രൈവറ്റ് സെക്ടറിനെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതും എന്താണ്? ഒരു റെഗുലേഷനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, സം ഗുഡ്സ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ചില ഗുഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചില കമ്മോഡിറ്റീസ് ആർ എക്സ്ക്ലൂസീവ്ലി എന്താണ് അലോട്ടഡ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദെയർ പ്രൊഡക്ഷൻ ഈസ് എക്സ്ക്ലൂസീവ്ലി അലോട്ടഡ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് എന്താണ്? കുറച്ച് പ്രോഡക്ട്സുകൾ, കമ്മോഡിറ്റീസുകൾ എന്ത് ചെയ്തു? ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രം നിർമ്മിക്കാനുള്ളതാക്കി ഗവൺമെൻറ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്? അവിടെ പ്രൈവറ്റിനൊന്നും വന്നിട്ട് അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾക്ക് വന്നിട്ട് അതിൻ്റെ ബിസിനസ്സിലേക്ക് ഇടപെടാനോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതും എന്താണ്? ഒരു റെഗുലേഷനാണ്. നെക്സ്റ്റ്, കൺട്രോൾസ് ഓൺ പ്രൈസ് ഫിക്സേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെലക്റ്റഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. അപ്പം ചില എന്താണ് സെലക്റ്റഡ് പ്രൊഡക്ട്സിൻ്റെ എന്താണ് പ്രൈസ് ഫിക്സേഷൻ അതാരാണ് തീരുമാനിച്ചത്? ഗവൺമെൻറ് ആണ് തീരുമാനിച്ചത്. അവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസിൽ വില കൂട്ടി വിൽക്കാനുള്ള അധികാരം കമ്പനീസിനില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എന്താണ്? എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും തീരുമാനിച്ചത് ആരായിരുന്നു? ഗവൺമെൻറ് ആയിരുന്നു. അത്തരത്തിൽ എന്ത് ചെയ്തു? റെഗുലേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്ന റെഗുലേഷനുകളാണ് ഈ പറഞ്ഞ നാലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഡീറെഗുലേഷൻ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതാണ്. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ദ റിഫോം പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ആൻഡ് ആഫ്റ്റർ റിമൂവ്ഡ് മെനി റെസ്ട്രിക്ഷൻസ്. ഈ റിഫോം പോളിസി പ്രകാരം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് ഫോർ ഓൾമോസ്റ്റ് ഓൾ പ്രൊഡക്ട്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്നുള്ള ഒരു റെഗുലേഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞു. അത് മെജോറിറ്റി പ്രൊഡക്ട്സിൻ്റെതും എന്താക്കി? അബോലിഷ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി എന്നുള്ളതാണ്, എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ചില പ്രൊഡക്ട്സുകൾ ഒഴികെ, കുറഞ്ഞ ചില പ്രൊഡക്ട്സുകൾ ഒഴികെ ബാക്കിയുള്ള ബിസിനസ് വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ ലൈസൻസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു? റിഫോംസ് കൊണ്ടുവന്നു. ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ലൈസൻസ് വേണ്ടത്? റിഫോം വന്നതിന് ശേഷം ലൈസൻസ് വേണ്ട ചില പ്രൊഡക്ട്സുകളാണ് ആൽക്കഹോള്, സിഗരറ്റ്സ്, ഹസാർഡസ് കെമിക്കൽസ് അല്ലേ? അത്തരത്തിലുള്ള ചില പ്രൊഡക്ട്സുകൾക്ക് ലൈസൻസ് തുടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള മെജോറിറ്റി പ്രൊഡക്ട്സിനും എന്തില്ല? ലൈസൻസ് സിസ്റ്റം ഒഴിവാക്കി കളഞ്ഞു. ലൈസൻസ് ഇല്ലാതെ എന്ത് ചെയ്തു? ആരംഭിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റിഫോംസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദി ഓൺലി ഇൻഡസ്ട്രീസ് വിച്ച് ആർ നൗ റിസർവ്ഡ് ഫോർ ദി പബ്ലിക് സെക്ടർ ആർ എ പാർട്ട് ഓഫ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്, അറ്റോമിക് എനർജി ജനറേഷൻ ആൻഡ് റെയിൽവേ ട്രാൻസ്പോർട്ട്.
അതായത് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ, അതായത് പബ്ലിക് സെക്ടറിന് മാത്രം ആരംഭിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് എന്നുള്ളത് എന്ത് ചെയ്തു, എന്താക്കി ചുരുക്കി എന്നുള്ളതാണ്. ഡിഫൻസ് എക്യുപ്മെൻ്റ് അല്ലേ, നമ്മുടെ എന്താണ് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻ്റ് നിർമ്മാണം, അറ്റോമിക് എനർജി ജനറേഷൻ, അതിൻ്റെ ഉൽപ്പാദനം, റെയിൽവേ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോഗീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് മാത്രമാക്കി ചുരുക്കി. ബാക്കിയുള്ളത് എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റിന് ആരംഭിക്കുന്ന രീതിയിലേക്കാക്കി റിഫോംസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, പബ്ലിക്കിനുള്ളത് എന്ത് ചെയ്തു, ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം എന്ത് ചെയ്തു, വളരെ വളരെ ചുരുക്കി എന്നുള്ളതാണ്. ഡിഫെൻസും അതുപോലെ തന്നെ ആറ്റോമിക് എനർജി ജനറേഷനും റെയിൽവേ ട്രാൻസ്പോർട്ടും ഒക്കെ അങ്ങനത്തെ ചുരുക്കം ചില തന്ത്രപ്രധാന മേഖലകളിൽ മാത്രമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ ഓപ്പറേഷനായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, മെനി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹാവ് നൗ ബീൻ ഡീറിസർവ്ഡ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില പ്രൊഡക്ട്സുകൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടോ, അതെന്ത് ചെയ്തു, ഡീറിസർവ്ഡ്, അതെന്ത് ചെയ്തു, ആ റിസർവേഷൻ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഇൻ മെനി ഇൻഡസ്ട്രീസ് ദ മാർക്കറ്റ് ഹാസ് ബീൻ അലൗഡ് ടു ഡിറ്റർമൈൻ ദ പ്രൈസസ്. മാർക്കറ്റ് പ്രൈസ് തീരുമാനിക്കാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ മുമ്പേ നമ്മൾ പല പ്രോഡക്ട്സുകളെയും പ്രൈസ് ഗവൺമെൻറ്റാണ് ഫിക്സ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട് എന്താണ്, മാർക്കറ്റിലെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും അതിനനുസൃതമായിട്ട് എന്ത് ചെയ്തു, പ്രൈസ് നിശ്ചയിക്കപ്പെടുന്ന രീതിയിൽ മാർക്കറ്റിന് വിട്ടുകൊടുത്തു. അപ്പോൾ മാർക്കറ്റിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഡിമാൻഡും സപ്ലൈയും ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുക, പ്രൈസ് നിശ്ചയിക്കപ്പെടുക. കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വർദ്ധിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് മറ്റൊരു കാര്യം. മാർക്കറ്റ് ഹാസ് ബീൻ അലൗഡ് ടു ഡിറ്റർമൈൻ ദി പ്രൈസസ് എന്ന് പറഞ്ഞാൽ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡീറെഗുലേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട റിഫോംസുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കി, എന്തൊക്കെ റെഗുലേഷനാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ പറഞ്ഞു, 4 പോയിൻറ്റ്സ്. അപ്പോൾ അത് മനസ്സിലാകുന്നതുമായി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, വ്യക്തത കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിഫോംസ് കൂടി നോക്കാം. ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ്. Financial sector include financial institutions such as commercial banks, investment bank, stock exchange operations, foreign exchange market. എന്താണ് ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടും. എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് അല്ലെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതുപോലെ തന്നെ പണപരമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ, ഇൻഷുറൻസ് കമ്പനീസ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദി ഫൈനാൻഷ്യൽ സെക്ടർ ഇൻ ഇന്ത്യ ഈസ് റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എന്താണ് ബാങ്കാണ് എന്ത്, RBI അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. One of the major aims of financial sector reforms is to reduce the role of RBI ഫ്രം റെഗുലേറ്റർ ടു ഫെസിലിറ്റേറ്റർ. അതായത് RBIൻ്റെ റോൾ എങ്ങനെയാക്കി മാറ്റുക, റെഗുലേറ്ററിന് എന്ത് ചെയ്യാണ്, ഫെസിലിറ്റേറ്റ് എല്ലാ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, മാറാണ്, കുറച്ചുകൂടി ലിബറൽ ആവുകയാണ് എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ RBI എന്തായാലും വെറും റെഗുലേറ്റർ എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് ഫെസിലിറ്റീസ് ആ ഒരു റേഞ്ചിലേക്ക് എന്താണ് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു റിഫോംസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദി റിഫോം പോളിസീസ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ്
പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇന്ത്യൻ ആസ് വെൽ ആസ് ഫോറിൻ. ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു ഫൈനാൻഷ്യൽ സെക്ടർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ് വന്നതുമായി ആദ്യം ബാങ്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പബ്ലിക് അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ SBI ഒക്കെ രീതിയിലുള്ള ബാങ്കുകളായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോറിൻ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും ഒന്നും അത്ര ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരമില്ലായിരുന്നു. ഇത് ഈ റിഫോംസ് വന്നതുവഴി എന്ത് ചെയ്തു, ബാങ്കുകളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കുകൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബാങ്കുകൾ. ആക്സിസ് ബാങ്ക് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ICICI ബാങ്ക്, അങ്ങനെ ഒരുപാട്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതൊക്കെ എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഇതും ഓപ്പറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, അവസരം കൊടുത്തു. അത് പോരാത്തതിന് അത് ഫോറിൻ ബാങ്കുകൾക്കും ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു റിഫോംസ് വന്നതുവഴി എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ സെക്ടറിലെ പ്രധാനപ്പെട്ട ഒരു റിഫോംസ് ആണ് അത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് കൂടാതെ ഫോറിൻ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് FII എന്നാണ് നമ്മൾ പറയുക, such as merchant bankers, mutual funds, mutual fund, pension funds are now allowed to invest in Indian financial market. നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട്, NSE BSE എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ NSE BSEയിലൊക്കെ സ്റ്റോക്കുകൾ ആരാണ് വാങ്ങിയത് 1991 മുൻപ്? അവിടെ ഇന്ത്യയിലത്തെ ആൾക്കാരാണ് വാങ്ങിയത്. അവർക്ക് മാത്രമേ അത് വാങ്ങാനും വിൽക്കാനുമുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗ ചെയ്തതോടുകൂടി എന്ത് ചെയ്തു, വിദേശികൾക്ക് ഇപ്പോൾ എന്താണ് അമേരിക്കയിലുള്ള മ്യൂച്വൽ ഫണ്ടിന് അല്ലെങ്കിൽ മർച്ചൻ്റ് ബാങ്കേഴ്സിന്, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനീസിന്, അവർക്കൊക്കെ എന്ത് ചെയ്യും, ഇന്ത്യയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഇന്ത്യൻ കമ്പനീസ്, അതായത് റിലയൻസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയൊക്കെ ഷെയർ വാങ്ങാനുള്ള അവസരവും അതുപോലെ തന്നെ വിൽക്കാനുള്ള അവസരവും ഒക്കെ ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ് വന്നതുവഴി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുറത്തു നിന്ന് ഫണ്ട് അതായത് വരും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ, അതായത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് ഫണ്ട് വിറ്റിട്ട് ക്യാഷുമായിട്ട് പോകാനൊക്കെ എന്ത് ചെയ്തു, അവസരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഇൻ ബാങ്ക്സ് വാസ് റൈസ്ഡ് ടു അറൗണ്ട് 50%. അപ്പോൾ വിദേശത്തുള്ളവർ, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്, അപ്പോൾ എന്താണ് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എന്ത് ചെയ്തു, കൂട്ടി എന്നുള്ളതാണ്. ആദ്യം 50% ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് 50%ആക്കി വർദ്ധിച്ചു. അതുകൊണ്ട് എന്താണ്, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കുകളിൽ വിദേശത്തുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിക്ഷേപിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു 10,000 കോടി രൂപയുടെ ബാങ്ക് ആണെങ്കിൽ അവിടെ 5,000 കോടി വരെ എന്ത് ചെയ്തു, വിദേശത്തുള്ളവർക്ക് ആ ബാങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കമ്പനീൻ്റെ പകുതി മുതൽ മുടക്കാൻ കഴിയും എന്നുള്ളതാണ്. അതും എന്താണ്, വിദേശത്തുള്ള നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. Those banks which fulfill certain conditions have been given freedom to set up new branches without the approval of the RBI. അപ്പം ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന കമ്പനി ബാങ്കിന് RBI ഫ്രീഡം കൊടുത്തു. എന്തിനുള്ള ഫ്രീഡം? പുതിയ ബ്രാഞ്ചുകൾ സ്ഥാപിക്കാനുള്ള ഫ്രീഡം കൊടുത്തു. RBIയോടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമേ 1991 ശേഷമൊക്കെ ബ്രാഞ്ചുകളും ബാങ്കുകളൊക്കെ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു റിഫോംസ് വരുന്നത് വഴി ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ബാങ്കുകൾക്ക് RBIയുടെ മുൻകൂട്ടി അപ്രൂവൽ ഇല്ലാതെ തന്നെ അവർക്ക് ബ്രാഞ്ചസുകൾ സ്ഥാപിക്കാനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ് ഈ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ബാക്കിയുള്ള 3 സെക്ടറിലെ, അതായത് ടാക്സ് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിഫോംസുകൾ നമ്മൾ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് റിഫോംസുകളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എക്കണോമിക് റിഫോംസ് സിൻസ് 1991 ആണ്. അതിൽ ലിബറലൈസേഷനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ. ലിബറലൈസേഷൻ്റെ മീനിങ്, അതുപോലെ തന്നെ ലിബറലൈസേഷൻ റിലേറ്റഡ് ആയിട്ട് വന്ന റിഫോംസുകൾ 5 മേഖലകളിൽ നമ്മളിവിടെ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫൈനാൻഷ്യൽ സെക്ടർ, ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 മേഖലകളാണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സെക്ടർ. അപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോട്ട്സ് എഴുതുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.